ബിഗ് ബോസ് മലയാളം സീസൺ 4-ലെ ഏറ്റവും ജനപ്രിയത നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ സീസണിൽ കപ്പടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന മത്സരാർത്ഥി. എന്നാൽ വൈൽഡ് കാർഡായി എത്തിയ റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തതിന് റോബിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ തന്റെ സുഹൃത്ത് ഉണ്ടെന്ന് റോബിൻ പറയുന്നു. ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിമർ ആരെന്ന ചോദ്യത്തിനും റോബിൻ മറുപടി നൽകുന്നുണ്ട്. റോബിൻ രാധാകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ബിഗ് ബോസിന് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാനെന്ത് ചെയ്യാനാണ്? എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് എന്താണ് കാര്യം? അവരൊരു ടീം സെലക്ട് ചെയ്ത് അതിനകത്ത് പോയി കളിക്കുന്ന മത്സരാർത്ഥികളാണ്. അവർക്ക് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാനെന്ത് ചെയ്യും? ഞാനൊരു കാര്യത്തിലും ഇടപെടാതെ എൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കാണാറില്ല. ഇടയ്ക്ക് റീൽസ് മാത്രം കാണാറുള്ളൂ. ആരുടെ ഗെയിമാണ് മികച്ചത് എന്ന ചോദ്യത്തിന് ഇത്തവണ ലാലേട്ടൻ കിടിലമായി ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് റോബിൻ നൽകുന്ന ഉത്തരം. സുഹൃത്തായ ലക്ഷ്മി ബിഗ് ബോസിൽ എത്തിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഗെയിം എങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ടില്ല, കളിക്കട്ടെ. വൈൽഡ് കാർഡായി ബിഗ് ബോസിൽ എത്തിയവരുടെ വേസ്റ്റാണെന്ന വിമർശനവും റോബിൻ മറുപടി നൽകി. ഒരു മനുഷ്യനും വേസ്റ്റല്ല. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10-17 പേരിൽ ഒരാളാണ് അവർ. അപ്പോൾ അവർ എങ്ങനെയാണ് വേസ്റ്റ് ആകുന്നത്? വേദലക്ഷ്മി അവരുടെ രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ. പുള്ളിക്കാരി കളിച്ചാൽ പുള്ളിക്കാരിക്ക് നല്ലത്. വേദലക്ഷ്മിയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അല്ല. എനിക്ക് പരിചയമുള്ള ഒരാൾ ബിഗ് ബോസിൽ കയറി. പുള്ളിക്കാരിയെ കളിക്കട്ടെ. ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരുടെ രീതിയിൽ കളിക്കട്ടെ. ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ബിഗ് ബോസ് മത്സരാർത്ഥികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കളിക്കുന്നത്. അതിന് പകരം പ്രേക്ഷകർ എന്താണ് വേണ്ടത്? അവർക്ക് ഏത് കണ്ടന്റാണ് ഇഷ്ടം? അങ്ങനെയുള്ള പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് വേണം കളിക്കാൻ. അങ്ങനെ കളിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ എതിരാളികൾ അവിടുത്തെ മത്സരാർത്ഥികളല്ല. ഞാൻ പ്രേക്ഷകരുടെ അടുത്താണ് കളിച്ചത്. ഇപ്പോൾ മത്സരാർത്ഥികൾ അങ്ങനെയല്ല. ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മത്സരാർത്ഥികളല്ല, പ്രേക്ഷകരാണ്. അവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കി കളിച്ചാൽ പ്രേക്ഷകർ കണക്റ്റ് ആവും. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു മത്സരാർത്ഥിയും പ്രേക്ഷകരുമായി കണക്റ്റ് ആവാത്തത്. പലരും തന്നെ മാത്രമാണ് മറ്റു പലരെയും അനുകരിക്കുന്നത്.